ഇത്തരം വിവാദങ്ങളൊക്കെ ബാധിക്കുന്നുണ്ടോ? CPM-ന്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് CPM-ന്റെ മറ്റൊരു അക്കൗണ്ടിലേക്ക് അന്നത്തെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന്, പ്രത്യേകിച്ചും നോട്ട് നിരോധനത്തിലേക്ക് ഒരു പശ്ചാത്തലത്തിൽ മാറ്റിയതാണ്. മധുവേട്ടാ, ഇവ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്, കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. കൂടാതെ അന്തരീക്ഷവും അത്ര കണ്ട് ചൂടിലാണ്. എങ്ങനെയാണ് ഈ സ്വീകരണ പരിപാടിയൊക്കെ ഓടിയെത്തുന്നത് ശരിക്കും? സ്വീകരണ പരിപാടി കുറേയേറെ വൈകി പോകുന്നുണ്ട് എന്നുള്ളത് പൊതുപരാതിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന് നിശ്ചയിച്ച സ്വീകരണം മാത്രമല്ല, പല വഴികളിലും പ്രായമുള്ളവരും കുറച്ച് അവശതയുള്ളവർ, രോഗഗ്രസ്തരായിട്ടുള്ളവരൊക്കെ കാത്തിരിക്കുമ്പോൾ അവരിൽ നിന്ന് കണ്ട് അവരുടെ അവരോട് യാത്ര പറഞ്ഞു പോകാതെ പറ്റില്ലല്ലോ. പിന്നെ നിശ്ചയിക്കപ്പെടാത്ത ചില കേന്ദ്രങ്ങളിൽ കൂടി പങ്കെടുക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് വൈകുന്നുണ്ട്. പക്ഷേ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്നൊരു ആവേശം അടുത്ത സ്ഥലത്തെത്തുമ്പോൾ കുറേ കൂടി നമുക്കൊരു ഊർജം പകരുന്ന രീതിയിൽ വർദ്ധിതമാകുന്ന ഒരു കരുത്ത് പകരുന്നതാണ് ജനങ്ങളുടെ സ്നേഹപ്രകടനം. തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് ചോദിച്ചത്. കാരണം ഈ അന്തരീക്ഷത്തിന് ചൂടൊക്കെ നമ്മളെ തളർത്തുമ്പോൾ അണികൾ തരുന്ന ഒരു ആവേശം, അല്ലെ, ഇവരെ ഈ പ്രായമുള്ളവരുടെ ഒക്കെ സ്നേഹം തന്നെയാണ് മുന്നോട്ട് നയിക്കുന്നത്. ഈ പയ്യന്നൂർ ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് പയ്യന്നൂരിലേക്കാണ്, തളിപ്പറമ്പിലേക്കാണെന്നൊക്കെ പറയും. അതിന് മാത്രമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്താനും. അപ്പോൾ അടിമുടി കമ്മ്യൂണിസ്റ്റുകാരനാണ് മധുവേട്ടൻ. അപ്പോൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിലൊക്കെ ഇത്തരം വിവാദങ്ങളൊക്കെ ബാധിക്കുന്നുണ്ടോ? അല്ല, വിവാദങ്ങൾ നമ്മുടെ മനസ്സിനെ അങ്ങനെ ബാധിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും നിരക്ക് തെറ്റായിട്ടുള്ള ഒരു ഇതിലേക്ക് ചെന്ന് വീഴുകയോ ചെയ്തിട്ടുണ്ടെങ്കിലാണ് അത് വല്ലാത്ത നിലയിൽ നമ്മളെയൊക്കെ അങ്ങനെയാണല്ലോ, ഒരു കുറ്റബോധമാണല്ലോ പിന്നെ ആളുകളെ മുന്നോട്ടേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുക. അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ മാധ്യമങ്ങളൊക്കെ യഥാർത്ഥത്തിൽ എന്നെ കൂടി കേൾക്കണമല്ലോ. മാത്രമല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ എത്രമാത്രം ഇതിൻ്റെ ഒരു വസ്തുത എന്താണെന്നുള്ളത് സത്യസന്ധമായിട്ട് അന്വേഷിച്ച് അത് പറയുന്നതിലും മാധ്യമങ്ങൾ കാണിക്കുന്നൊരു നീതികേടുണ്ട്. യഥാർത്ഥത്തിൽ അത് ആ വേട്ടയാടലിന് നന്നായിട്ട് ഇരയാവുന്നുണ്ട് എന്നുള്ളത് പ്രസ്ഥാനത്തിനകത്ത് ഉള്ള സഖാക്കൾക്കും തീർച്ചയായിട്ടും വിഷമമുണ്ടാക്കും. വ്യക്തിപരമായിട്ട് ഞങ്ങൾ വിഷമമുണ്ടാക്കും. ഞങ്ങൾക്കെല്ലാം ഒരു കുടുംബവും എല്ലാം ഉള്ളതല്ലേ. അവരൊന്നും നമ്മളെക്കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും നിലയിൽ ഗുണമൊന്നും അനുഭവിക്കുന്നുണ്ടാവില്ല. അവരേറ്റവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ടാവും. ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെയുള്ളൊരു കാര്യം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രയാസങ്ങൾ സൃഷ്ടിക്കും. പക്ഷേ നമ്മുടെ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകുന്നത് സമൂഹം ഏൽപ്പിക്കുന്നൊരു ചുമതലയാണ്. നാടിന് വേണ്ടിയിട്ടാണ്. ഈ കാലം മുഴുവനും ജീവിച്ചതും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അതൊക്കെ സഹിച്ച് അല്ലെങ്കിൽ മനസ്സിലധികം കൊടുക്കാതെ പോവുക എന്നുള്ളതാണ് സ്വീകരിക്കാൻ പറ്റുന്നൊരു കാര്യം. ആ നിലയിൽ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇതിൻ്റെ മുന്നിൽ ഇതിനെ കൂസിയിട്ടൊന്നും ഈ രംഗത്തൊന്നും മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ വേറെ എന്തെങ്കിലും വഴി നോക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഇത് ചിലവാകില്ല. അതെ, തീർച്ചയായിട്ടും ഈ തളിപ്പറമ്പിലേക്കും പയ്യന്നൂരിലേക്കും ഒക്കെ നോക്കുന്നു പറഞ്ഞത് പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. കാരണം സാധാരണ 4 പേര് ചേരുമ്പോൾ 5 പേരായിട്ട് പിരിഞ്ഞു പോകുന്ന പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മളെപ്പോഴും ഒരു കേഡർ സ്വഭാവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള ഉരുക്കുകോട്ടകളാണ് തളിപ്പറമ്പും പയ്യന്നൂരും ഒക്കെ. അപ്പോൾ ഇവിടെ ചെറിയൊരു നെല്ലിട എങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു ശ്രദ്ധ പയ്യന്നൂരിലേക്കൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. ഈ പറയുന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾ തരുന്ന ആ ഒരു ഊർജം, അല്ലെങ്കിൽ ഈ ഇത്രയും കാലത്തെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കാനുള്ളത് അത് തന്നെയാണോ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും വലിയ പ്രചോദനമാവുന്നത്? നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നല്ലോ ഈ പാർട്ടിയിൽ, ഈ പ്രസ്ഥാനത്തിൽ കൂടിയത്. ഞാനൊരു 10-12 വയസ്സിൽ ബാലസംഘമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് പഠിക്കേണ്ട ഒരു സമയത്ത് അതിലാണല്ലോ കേന്ദ്രീകരിക്കേണ്ടത് എന്നുള്ള മട്ടിലുള്ള നിർബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കോളേജ് വിദ്യാഭ്യാസ രംഗത്ത് SFI ആയിട്ടും മറ്റു രീതിയിലുള്ള ചുമതലകൾ നിർവഹിച്ചിട്ട് പോയതാണ്. DYFIയുടെ ഏറ്റവും പ്രാദേശിക തലം മുതൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ബാലസംഘത്തിലായാലും യൂണിറ്റ് തലം മുതലാണ്. DYFIയിൽ യൂണിറ്റ് സെക്രട്ടറിയും വില്ലേജ് സെക്രട്ടറിയും ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടാണ് ജില്ലാ സെക്രട്ടറി ആവുന്നത്. പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറി ആയിട്ടാണ് ഏരിയ സെക്രട്ടറി ആവുന്നത്. അല്ലാതെ നാട്ടിൽ പ്രവർത്തിച്ച് അവരുടെ എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും നമ്മളൊരു സ്വന്തം പോലെ ഉള്ള അനുഭവമായിട്ട് കൊണ്ട് നടന്ന് പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അവർ ഈ കഴിഞ്ഞ 10-50 വർഷം നമ്മൾ പ്രവർത്തിച്ചു, നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ നമ്മളുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ ആവാദങ്ങൾ എന്തെങ്കിലും
തീയില്ലാതെ പുകയുണ്ടാവുക എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദ്യങ്ങൾ വരും. വരും. സ്വാഭാവികമാണ്. ആളുകൾക്ക് അങ്ങനെയൊക്കെ അല്ലേ ഇപ്പോൾ ചിന്തിക്കാൻ പറ്റുക. അതായത് വേവലാതി ഉള്ളത് കൊണ്ടല്ല പറയുന്നത്. സമൂഹം പിന്നെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരെ നന്നായിട്ട് അവരെ മോണിറ്റർ ചെയ്യണം, ശ്രദ്ധിക്കണം, അതിൽ സംശയമില്ല. പക്ഷെ ഓരോരാൾ എങ്ങനെയാണ്, എന്താണ് എന്നുള്ളത് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു അപവാദ വ്യവസായങ്ങൾ പറഞ്ഞു പരത്തുന്ന ശീലമുള്ള കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഓരോ കാര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ റൂറൽ ബാങ്കിൻ്റെ എന്തോ പ്രശ്നം പറഞ്ഞിട്ട് പത്രങ്ങളിലൊക്കെ വന്നു. ഞാനായിരിക്കും അതിൻ്റെ ചുമതലക്കാരെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങി വെച്ചത്. പക്ഷെ പിന്നീട് അത് അക്കടിയായിപ്പോയി എന്ന് തോന്നി. ഇപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് പൈസ പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാധ്യമങ്ങൾക്ക് എക്സ്ക്ലൂസീവ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ചെയ്തു. സത്യത്തിൽ CPMൻ്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് CPMൻ്റെ മറ്റൊരു അക്കൗണ്ടിലേക്ക് അന്നത്തെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന്, പ്രത്യേകിച്ചും നോട്ട് നിരോധനത്തിനൊക്കെ ഒരു പശ്ചാത്തലത്തിൽ മാറ്റിയതാണ്. ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ TI മധുസൂദനും മറ്റൊരു മധുവും ഇതെല്ലാം ഈ പാർട്ടിയിലുള്ളവരാണ്. മധു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് കൊള്ളേണ്ടത് TI മധുസൂദനിലായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് തികച്ചും കാര്യങ്ങൾ പറയുന്നത്. KP മധു ആയാലും TI മധുസൂദനായാലും ഈ പാർട്ടി കൊണ്ട് നിൽക്കുന്നവരാണ്. ഞങ്ങൾ നല്ല നിലയിൽ പരിശോധിക്കപ്പെട്ടിട്ടാണ് ഈ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നത്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ തോന്നിയിട്ട് നിൽക്കുന്നൊന്നുമല്ലോ. ഈ പാർട്ടിക്കാരെല്ലാം ഒന്നും പറ്റാത്തവരാണെന്നുള്ള ഒരു ധാരണ ഇപ്പോൾ അവിടെ പറ്റില്ല. പാർട്ടി അത്ര കർശനമായിട്ട് പരിശോധിക്കുന്നുണ്ട് ഓരോരാടി. ആ പരിശോധനയിൽ തന്നെയാണ് ഞങ്ങളൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് പൂർണ്ണ ബോധ്യം പാർട്ടിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപൂർവം ചില ആളുകൾ സംശയങ്ങളൊക്കെ ഉണ്ടാവും. അത് ഇന്നത്തെ ഒരു കാലത്തെ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ, അതുപോലെ ഈ അപവാദ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തനങ്ങൾ, അതെല്ലാം കാണുമ്പോൾ നമുക്കറിയാം അത് ഉദ്ദേശിക്കുന്നത് പിന്നെ ചില ആളുകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനൊന്നും അധികം ആയുസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അതിനെ അഭിമുഖീകരിച്ച് പോവുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അതെ, ഇതുകൊണ്ട് തന്നെയാണ് ബാലസംഘം മുതലുള്ള കാര്യങ്ങൾ പയ്യന്നൂരുകാർക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാണ് അടിമുടി കമ്മ്യൂണിസ്റ്റായ ഒരു മധുവേട്ടന് ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം വന്നത്. അപ്പോൾ ആദ്യം LDF വരും, എല്ലാം ശരിയാവും എന്നാണ്. ഇപ്പം LDF അല്ലാതെ മറ്റാരുണ്ട്, LDF അല്ലാതെ എന്നാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഇത്രയും കാലത്തെ ആ ഒരു വികസന നേട്ടങ്ങൾ എണ്ണി പറയുമ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു വൈബ് അങ്ങനെ തന്നെയാണോ ശരിക്കും? തീർച്ചയായിട്ടും. നമ്മളുടെ ഒരു പിന്നെ പയ്യന്നൂർ തന്നെ എടുത്താൽ നാടിൻ്റെ ആവശ്യം എന്താണ്? ഞാനത് പിന്നെ MLA ആയ ഉടൻ തന്നെ എല്ലായിടങ്ങളിലും പോയി ജനങ്ങളെ വിളിച്ചു കൂട്ടി അവരോട് അവരുടെ ആവശ്യങ്ങളൊക്കെ ചോദിച്ച് അത് മനസ്സിലാക്കി അതിൽ അടിയന്തര പ്രാധാന്യം കൊടുക്കേണ്ടത് ഏത് എന്നുള്ളതിനെ ആ നിലക്ക് മാനദണ്ഡം വെച്ച് തയ്യാറാക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോയിട്ടുള്ളത്. അതിനുവേണ്ടി ഒരു നല്ല ടീം, MLA ഓഫീസ്, MLAയുടെ PA ഉൾപ്പെടെയുള്ളവർ നന്നായി പ്രവർത്തിക്കുന്നവരാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ MLAയെക്കുറിച്ചോ വികസന കാര്യങ്ങളെക്കുറിച്ചോ കാര്യമായിട്ട് ഒരു പരാതിയില്ല. പുതിയ ആവശ്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും, സ്വാഭാവികമല്ല, ഇനിയും ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ ഒരു പരാതിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് വെച്ചാൽ അത് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഭാവിയിൽ അങ്ങനെ ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അങ്ങനെയല്ലേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും. തീർച്ചയായും. അപ്പോൾ അതിൽ പിന്നെ നല്ല നിലയിൽ തന്നെ നമുക്ക് പോകാൻ കഴിയുന്നുണ്ട്. നിയമസഭയിൽ പ്രവർത്തനത്തിലും കഴിഞ്ഞ തവണ മധുവേട്ടൻ്റെ TI മധുസൂദനന്റെ ഭൂരിപക്ഷം 1.5 ലക്ഷത്തോളമായിരുന്നു. അത് ഇത്തവണ ഉയർത്താൻ കഴിയുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. അല്ല, കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യമല്ലേ ഭൂരിപക്ഷ വർധനവും. ഞങ്ങളാരും 50,000 ഭൂരിപക്ഷം കിട്ടുന്നത് കഴിഞ്ഞ തവണ കണക്കൂട്ടിയിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ എണ്ണിത്തരുന്നപ്പോൾ 50,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്, പൊതുവിലുള്ള സ്ഥിതി എന്ന് നോക്കി മികച്ച നിലയിൽ ജനങ്ങൾ ഇവിടെ ഇടതുപക്ഷ മുന്നണിക്ക് നല്ല നിലയിലുള്ള ജനങ്ങളുടെ പിന്തുണ കിട്ടും, നല്ല നിലയിൽ തന്നെ ജയിച്ചു വരാനാവുന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഓട്ടപ്പാച്ചലിലാണ്, തിരക്കിലാണ്, നട്ടുച്ച വെയിലാണ്, എല്ലാം അറിയാം. അപ്പോൾ ഇത്രയും സമയമൊക്കെ നമുക്ക് വേണ്ടി തന്നതിന് വലിയ നന്ദി. നന്ദി.